മൻസൂറിനോട് നമുക്ക് നേരിട്ട് ചോദിക്കാം. മൻസൂർ, നമസ്കാരം. കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മുടെ ചങ്ക് പടഞ്ഞു പോവും. നമ്മൾ വലിയ സൂക്ഷിച്ചുപയോഗിക്കുന്ന വാഹനങ്ങളാണ് പലതും, അതും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച വാഹനങ്ങളും ചിലതും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മൻസൂർ? ഇതാരാണിത് ചെയ്തത്? ഇത് ആരാ ചെയ്തതും അവരുടെ ഫുൾ ഡീറ്റെയിലും നമ്പറും ആയിട്ട് പോലീസുകാരുടെ ഓൾറെഡി ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിന് പകരം ഞങ്ങൾ കേസൊന്നും വരരുത്, ഇങ്ങനെയൊന്നും ആകരുത്, ഇത് ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കേസായിട്ട് സെക്യൂരിറ്റിക്ക് വേണ്ടി കേസ് ഞങ്ങൾ ഇന്നലെ ഓൾറെഡി കൊടുത്തതാണ്. പോലീസിന് A to Z അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയാം. പോലീസിന് ഉപരി ഇത് ഓൺലൈനിലായിട്ട് ഇവരിന്റെ വിഷ്വലും ഇവരിന്റെ ഫോട്ടോകളും എല്ലാം ഓൺലൈനായിട്ട് നടക്കുന്ന ഒരു ടീമാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കും എപ്പോ വേണമെങ്കിലും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവര് അറിയാൻ പറ്റും ആരാ ചെയ്തതെന്ന്. അതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോലീസിന് പറഞ്ഞതാണ്. പക്ഷെ യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് മൻസൂറിന് നേരത്തെ അറിയാമായിരുന്നോ? അറിയായിരുന്നു. ഒരു 4 ദിവസം മുമ്പ് എന്റെ അനിയനും സുഹൃത്തുമായിട്ട് അവന്റെ തൊട്ടാണ് അവന്റെ വീട്. അവനുമായിട്ടുള്ള ചെറിയൊരു വാക്ക് തർക്കമായിരുന്നു. നാട്ടുകാര് എല്ലാവരും ഇടപെട്ട് അത് സോൾവ് ചെയ്ത് പോയതാണ്. അവൻ ഇങ്ങനെയുള്ള ഒരു കൂട്ടത്തില് ഇങ്ങനെ ഒരു ടീമിനായിട്ട് ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അയൽവാസിയാണോ ഇത് ചെയ്തത്? 4 വീട് കഴിഞ്ഞിട്ടുള്ള അയൽവാസി ഒരു സുഹൃത്താണ്, എന്റെ അനിയന്റെ കൂട്ടുകാരനാണ്. അവനായിട്ട് ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായിരുന്നു. അവന്റെ കൂട്ടുകാരന്മാരായിട്ടുള്ള കല്യാണത്തിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാട്ടുകാരെന്താണ് മൻസൂർ? ആരിഫ് എന്നാണ്. ആരിഫ് മൻസൂറുമായിട്ട് വാക്ക് തർക്കം ഉണ്ടായിരുന്നില്ലല്ലോ, അങ്ങനെ പിണക്കം ഉണ്ടായിരുന്നോ? എന്റെ അനിയനായിട്ടായിരുന്നു വാക്ക് തർക്കം ഉണ്ടായിരുന്നത്. അത് നാട്ടുകാരെല്ലാവരും ഇടപെട്ട് അത് സോൾവ് ചെയ്ത് പോയതാണ്. ഈ ആരിഫിന് അങ്ങനെ ഇത്തരത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അടിച്ച് നശിപ്പിച്ചിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ മനസ്സിലുള്ള ആൾക്കാർക്കേ പറ്റൂ. തീർച്ചയായിട്ടും ഒരു 4-5 മാസമായിട്ട് ഇവിടുത്തെ യുവാക്കളായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു പയ്യനാണ് അവൻ. അതിന്റെ ഒരു വൈരാഗ്യം പോലെ തീർത്തതായിരിക്കാം. എല്ലാവരുടെ അടുത്തും കാണിക്കുന്നത് ഒരുത്തന്റെ അടുത്ത് കാണിച്ചതായിരിക്കാം എന്ന് തോന്നുന്നു. ആരിഫിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ മൻസൂർ? ഇല്ല, യാതൊരു പ്രശ്നവുമില്ല. ഈ കല്യാണത്തിനെടുത്ത വസ്ത്രമായിട്ട് ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടായതല്ലാതെ വേറെ ഒരു പ്രശ്നമായിട്ട് ട്രൈബൽ നടക്കുന്നു. എനിക്ക് തോന്നുന്നു താറുണ്ടോ തോന്നുന്നു, ഇൻഫീൽഡ്. സാറേ, ഞാൻ ആ വണ്ടി വാങ്ങിയിട്ട് 4-5 മാസമുള്ളൂ. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. എനിക്ക് അറിയാലോ, ഞാനങ്ങൾ ഓടി തമിഴ്നാടൊക്കെ വർക്ക് എടുക്കുന്ന ഒരു ടീമാണ്. അതിനുവേണ്ടി ഇത്രയും വലിയ വണ്ടി വാങ്ങി മര്യാദയ്ക്ക് ഓടുന്ന അതുപോലെ ആ ട്രാവലർ വാങ്ങിയിട്ട് റീസെന്റ് ആയിട്ട് ഒരു 5 മാസം ആയിട്ടുള്ളൂ. ആ പയ്യൻ 2ാമത്തെ വണ്ടിയാണ്. അവനും അത്യാവശ്യം ഓട്ടങ്ങളൊക്കെ പോയി ടാക്സി ഫീൽഡിൽ നന്നായിട്ട് പോകുന്ന ഒരു പയ്യനാണ്. അവന് നാട്ടിലെ എല്ലാവർക്കും അഭിപ്രായമാണ്. ആ ഒരു ഇതും കൂടെ ആയിരിക്കാം ഇവനെ ഇങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യാൻ കാരണം. കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു, അവൻ മെച്ചപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഒരു അസൂയം കൂടി ഉണ്ടാവൂല്ലേ? അതാവെന്ന് പറയാൻ പറ്റില്ലല്ലോ. മൊത്തത്തില് ഞങ്ങള് രാവിലെ 3:45 ആലോചിക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ വാക്കുകളും കൊണ്ട് പറയാൻ പോലും പറ്റില്ല. അത്രയും വലിയൊരു ശബ്ദം കേട്ട് നിങ്ങൾ പുറത്തിറങ്ങി നോക്കിയോ മൻസൂർ? ഇല്ല, ഒരിക്കലും നോക്കാൻ പറ്റില്ല. ആദ്യം നടന്നത് വാതില് ചവിട്ടി പൊളിക്കുന്ന ഒരു സൗണ്ടാണ് കേട്ടുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ വാതിലേക്ക് പ്രഷർ ചെയ്ത് നിന്നു. ഞാൻ, അമ്മ, എന്റെ മകള് 3 വയസ്സായിട്ടുള്ളൂ. ആ കുട്ടിയടക്കം വാതിലേക്ക് പ്രഷർ ചെയ്ത് നിന്നു എല്ലാവരും വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നിലവിളി. ഇവര് വെളിയിൽ 10-12 പേര് ഉണ്ടെന്നാണ് എന്റെ കാഴ്ചപ്പാട്. ലാസ്റ്റ് പോകുമ്പോഴാണ് ഞങ്ങൾ ആ വിഷ്വൽ കണ്ടത്. ഇവര് പോണത് മാക്സിമം എന്റെ ഒരു 10 പേര് എന്തായാലും ഉണ്ടാവും, 10-12 പേരുണ്ടാവും. ഇവര് നിലവിളിക്കുകയാണ്, ഇറങ്ങി വാടാ എന്ന് പറഞ്ഞിട്ടുള്ള നിലവിളി മാത്രമായിട്ടുണ്ടായിരുന്നത്. മദ്യപിച്ച് വന്ന രീതി ഉണ്ടായിരുന്നോ മൻസൂർ? നമ്മൾക്ക് അത് ഒരിക്കലും നേരിട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നല്ലോ. വീട്ടിൽ നിന്നും എന്റെ സിറ്റൗട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് സത്യം പറഞ്ഞാൽ. ഈ അറ്റാക്ക് അല്ല നിങ്ങളുടെ നേരെ വന്നേനെ അല്ലേ മൻസൂർ? നേരെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ശേഷം ഞങ്ങളെ കിട്ടാതായ ദേഷ്യങ്ങൾ കാരണമാണ് ഈ 7 വണ്ടികൾ നശിപ്പിക്കാനുള്ള കാരണം. ഞങ്ങളെ കിട്ടാതുള്ള ദേഷ്യം കാരണമാണ് ഈ വണ്ടികൾ ചെയ്തിട്ട് പോയത്. ഈ വണ്ടികളെല്ലാം പഴയ അവസ്ഥയിലേക്ക് എത്രയെങ്കിലും ഒരു 20 ലക്ഷത്തിനടുത്ത് ചെലവാകുമല്ലോ. എനിക്കറിയില്ല സാറേ, എന്റെ വണ്ടി കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ എന്താണ് അത് അറിയാലോ. ഞങ്ങള് ഒരു എല്ലാ വണ്ടിയും ഇൻഷുർഡ് അല്ലേ? 5 മാസമായിട്ടുള്ളൂ സാറേ പർച്ചേസ് ചെയ്തിട്ട്. പുതിയ വണ്ടിയാണ്. ഞാൻ എന്റെ കയ്യിലൊരു ചെറിയൊരു കാറായിരുന്നു. അപ്പൊ ഞാൻ എന്റെ ബിസിനസ് വളരേണ്ട അനുസരിച്ച് ഞാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു വണ്ടി ബുക്ക് ചെയ്തതാണ്. അത് എല്ലാവരും കൂടെ ആയിട്ട് പോയി ആഗ്രഹത്തിൽ പോയി എടുത്ത വണ്ടിയാണ്. വളരെ ഉണ്ട് സാർ. അതെ, റെനൽറ്റിന്റെ ട്രൈബർ. അതെ.
എന്താണല്ലേ? തീർച്ചയായിട്ടും ആരിഫ്, നമുക്ക് നോക്കാം. എന്തായാലും പോലീസ് നടപടിയെടുക്കും. ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇത് നാട്ടില് ഇത് പുതിയൊരു ടൈപ്പ് പരിപാടിയാണ്. അതെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ കൂടെയാണ് ഇവരുടെ പരിപാടികൾ നടക്കുന്നത്. ഈ ഗുണ്ട പോലത്തെ പരിപാടി. അത് ഇവരുടെ റീൽസും വിഷ്വൽസും കണ്ടിട്ടാണ് ഈ യുവാക്കൾ ഇതിലേക്ക് കയറി വരുന്നത്. ചെറിയ യുവാക്കൾ ഇവരുടെ വിഷ്വൽസ് ഇവരുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇതിലേക്ക് കയറി വരുന്നത്. അതെ തീർച്ചയായിട്ടും. ഇവർക്ക് പേജ് ഉണ്ട്. ഇവര് എന്ത് കാണിക്കുകയാണെങ്കിലും അപ്പപ്പോ അത് സിനിമന്റെ ഡയലോഗ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് സെയിം ഒരു കാര്യങ്ങൾ നടന്നത് 4 ദിവസം മുമ്പ് നമ്മുടെ ഗ്രാമത്തിൽ നമ്മുടെ നാട്ടിൽ ഇവരിനെ എല്ലാവരുടെയും കൂടി സ്റ്റേഷനിലേക്ക് ഒരു 3 പേരെ സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവിടെ ലോക്കപ്പിന്റെ ഉള്ളിൽ കോട്ടായി പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇവര് സെൽഫി ഇട്ടിട്ട് സ്റ്റാറ്റസ് വെച്ചത് ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ പല വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത്. ഇത് അസുഖമല്ല സാറേ, ഇത് വന്നിട്ട് ഇത് ആൾക്കാർ ഇവര് ഗുണ്ടയാണെന്ന് നാട്ടിലും എല്ലാവരുടെയും കാണിച്ചിട്ട് ഇതിൽ ഇൻസ്പയർ ആയിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് പോലെയാണ്. മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് പോലെ. പരാതി കൊടുത്തിരിക്കുന്നത് ഇവിടെ കോട്ടയം പോലീസിലാണോ? പോലീസിൽ ഇന്നലെ രാവിലെ കൊടുത്തതാണ്. അതിന്റെ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷെ ആ നമ്പർ അവരുടെ വീട്ടിന്റെ അഡ്രസ് നമ്പറുകൾ ഒക്കെ കൊടുത്തതാണ്. അവർക്ക് തിരിച്ചൊരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയ്ക്കും സാറേ. ഇതുവരെയ്ക്കും തീർച്ചയായിട്ടും നമുക്ക് ഇപ്പാലോട് പറഞ്ഞു കോട്ടയം പോലീസുമായിട്ട് ബന്ധപ്പെടാം. തീർച്ചയായിട്ടും മൻസൂറെ വിഷമിക്കേണ്ട. ഇതെന്തായാലും ഇൻഷുറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ കിട്ടും. പക്ഷെ എന്നാലും ഈ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു വണ്ടി ഈ അവസ്ഥയിലാക്കി കളയുമ്പോൾ നമ്മൾ മനസ്സ് തളർന്നു പോകും സാറേ. വണ്ടി മാത്രമല്ല, എന്റെ മോളിന്റെ ചെറിയ മോളാ, 3 വയസ്സുള്ള മോളാ. ഞങ്ങൾ എന്ത് സുരക്ഷയിലാണ് എന്റെ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുകയെന്ന് ഞാൻ ഇപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെയാണ് പോലീസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നാട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള ചങ്ങാതിമാരെ ഒന്നും നാട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഒന്നീ പോലീസ് പിടിച്ചോണ്ട് പോകണം, അല്ലെങ്കിൽ കാപ്പയിലോ ഗുണ്ടയിലോ കേസിലൊക്കെ പെടുത്തിക്കൊണ്ട് പോവാന്നുള്ളതല്ല വേറെ വഴിയില്ല. ഇങ്ങനെയൊക്കെ നാട്ടുകാരെങ്ങനെ ജീവിക്കും? അതുകൊണ്ടായിരിക്കും കൂടുതൽ അവനെ ഇങ്ങനെ വിമർശിച്ച കാരണമായിരിക്കും കൂടുതൽ പ്രഷർ കയറി വന്നിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് ഇന്ന് തോന്നുന്നത്, എന്റെ ഒരു അഭിപ്രായം തോന്നുന്നത്. അതെ നമുക്ക് നോക്കാം. പോലീസ് സുരക്ഷ ഒരുക്കും. തീർച്ചയായിട്ടും ആ പ്രതിയുടെ ഫോട്ടോയും ദൃശ്യങ്ങളും ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ കാണിക്കും. നമ്മൾ നാട്ടുകാരെ കാണിക്കാം. തീർച്ചയായും. ഓക്കെ, ആരിഫും സംഘവും ഗുണ്ടയാവാൻ വേണ്ടിയിട്ട് റീലിടുന്ന മനുഷ്യർ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഗുണ്ടയാണെന്ന് കാണിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി റീലിടുന്ന ടൈപ്പ് മനുഷ്യരാണ്. ഇവരെയൊക്കെ എന്താ പറയുക? എന്നിട്ട് വീട് വന്നൊരു 8 വാഹനങ്ങൾ അടിച്ച് തകർക്കും. ഒരു പാവം ഫോട്ടോഗ്രാഫർ, അയാളുടെ അനിയനുമായിട്ടാണ് എന്തോന്ന് തർക്കം ഉണ്ടായത്. ഈ മനുഷ്യൻ്റെ വീട്ടിൽ വന്ന് 3 വയസ്സുള്ളൊരു കുഞ്ഞടക്കമുണ്ട് വീട്ടിൽ. രാത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, ഇതൊക്കെ എടുത്ത് റീലിടുക എന്നുള്ളതാണ്. ഇനി സ്റ്റഫ് കക്ഷികൾ വല്ലതും ആണോ എന്തോ നമുക്കറിയത്തില്ല. പക്ഷേ എന്തായാലും ഇത് ചെയ്തത് ഒട്ടും ശരിയായില്ല. കോട്ടായി പോലീസ് ഈ വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെടണം. പോലീസിൽ പരാതി കൊടുത്തിരുന്നതാണ്. ഇങ്ങനെയുള്ള മനുഷ്യർ നാട്ടിലുണ്ടെങ്കിൽ പോലീസ് ഇമ്മീഡിയറ്റ്ലി മുളയിലെ നുള്ളുകയാണ് വേണ്ടത്. പാവപ്പെട്ട മനുഷ്യർ നെഞ്ചത്തല്ല കയറേണ്ടത്. ഇതേപോലുള്ള ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്താനായിട്ട് പോലീസ് സംവിധാനം ശക്തമായിട്ട് ഇറങ്ങിത്തിരിക്കുക തന്നെ വേണം.